ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പച്ചക്കായ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്തു പോകാറുണ്ട് അല്ലേ, ഒരു കറുപ്പ് കളർ പോലെ വരാറുണ്ട്. അതുപോലെ തന്നെ അതിലൊരു ഒട്ടിപ്പും വരാറുണ്ട്. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വേറെ നല്ലൊരു വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പിട്ട് വെക്കുക, കുറച്ച് ഉപ്പിട്ട് വെക്കുക. ഉപ്പിട്ട് വെച്ച് ഒരു നുള്ളു ഉപ്പിട്ട് വെച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ, കുറച്ച് ഉപ്പിട്ട് വെക്കുക. ഉപ്പിട്ട് വെച്ചിട്ട് അങ്ങനെ നമ്മൾ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ വേറെ കഷ്ണങ്ങളൊക്കെ വേറെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇത് കറുത്തു പോകുമെന്ന് വിചാരിക്കാനോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിലൊരു കറ ഉണ്ടാവും, ആ കറയൊക്കെ അങ്ങനെ ഇളകി പോവുകയും ചെയ്യും. നല്ല ഫ്രഷ് ആയിട്ട് കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും. അപ്പോൾ പച്ചക്കായ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ് കയ്യിൽ കറ പിടിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ പച്ചക്കായ കട്ട് ചെയ്തതിന് ശേഷം ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അത് കറുത്ത് പോകാമെന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു ടിപ്പാണ് ഈ ഒരു ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നുള്ളതും. പിന്നെ കയ്യിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങാൻ. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ കയ്യിൽ കറ പിടിക്കണ ആ ഒരു ബുദ്ധിമുട്ടും കൂടി ഇല്ലാതാവും. ഇനിയിപ്പോൾ അത് ചെയ്തില്ല, വെളിച്ചെണ്ണ പുരട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ഉപ്പെടുത്തിട്ട് നമ്മൾ ഈ കട്ടയിലൊക്കെ അതിനതിന് ശേഷം ഒത്തിരി ഉപ്പെടുത്തിട്ട് കയ്യിലെ വിരലിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിച്ച് അതൊന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നീറ്റായി കിട്ടും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പരിപ്പ് പച്ചക്കറിക്കായാലും സാമ്പാറിനായാലും എന്തിനായാലും നമ്മൾ വേവിക്കാൻ ഇടുന്ന സമയത്ത് നമ്മുടെ പരിപ്പൊക്കെ കുക്കറിൻ്റെ മൂടിയുടെ മുകളിലൂടെ വിസിലടിയുമ്പോൾ അതിലൊക്കെ തെറിച്ച് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നൊരവസ്ഥ ഒക്കെ വരാറുണ്ട്, പരിപ്പിലെ വെള്ളം. ഓക്കെ, വിസിലടിയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ, അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ മൂടിയൊക്കെ ആകെ ഒരു എന്താ പറയുക, വെള്ളമൊക്കെ ആകെ തെറിച്ച് നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ആകെ പോയി ആകെ വൃത്തികേടാവുന്ന അവസ്ഥ വരാറുണ്ട് അല്ലേ. അതിന് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു സ്പൂണായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ കുക്കറിൽ. ചെറിയ കുക്കറാണെങ്കിലും വലിയ കുക്കറാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ടെൻഷനാണ് സ്റ്റീലിൻ്റെ സ്പൂണായി ഇട്ട് കൊടുത്തിട്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുക. ഓക്കെ, അങ്ങനെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിസിലിൻ്റെ ചുറ്റോറം മാത്രം ചെറുതായിട്ട് ബബിൾസ് പോലെ വെള്ളം ഇങ്ങനെ വരുള്ളൂ. അതല്ലാതെ പുറത്തേക്ക് ഒഴുകി പോകുന്ന ഒരവസ്ഥ, നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ചീത്താവുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഒരു ടിപ്പ് ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരുടെ ഫ്രിഡ്ജിലുണ്ടാവും, അതല്ലെങ്കിൽ ഫ്രീസറിലുണ്ടാവും ഇതുപോലെ തേങ്ങകൾ അല്ലേ. നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള തേങ്ങ, അതുപോലെ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ടാവും, പകുതി ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിലും ഉണ്ടാക്കും അല്ലേ. സാധാരണയായിട്ട് ഞാൻ ഫ്രീസറിലാട്ടോ തേങ്ങ വെക്കാറ്. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് ഇരിക്കാറുണ്ട്. താഴെ വെക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടി തണവ് നല്ലൊരു ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് ഫ്രീസറിൽ വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക, നല്ലോണം കഴുകിയെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു സ്മെല്ല് ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കഴുകിയെടുക്കുക. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിളച്ചാലും കുഴപ്പമില്ല. ഓക്കെ, നല്ല ചൂടുവെള്ളത്തിലാണ് ഞാനിപ്പോൾ മുക്കി വെച്ചിട്ടുള്ളത്. ഈ തേങ്ങ ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ച് കഴിഞ്ഞാൽ സൈഡൊക്കെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ടാവും. കണ്ടില്ലേ, സൈഡ് ഇങ്ങനെ അടർന്ന് വരുന്നുണ്ടല്ലേ. ഇതുപോലെ എല്ലാ തേങ്ങയുടെ സൈഡും അടർന്ന് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കത്തിയെടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ തേങ്ങയൊക്കെ വിട്ടുപോകും. പിന്നെ ഫ്രീസറിൽ വെച്ച് തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഇളക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മളിനിപ്പോൾ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഗ്രൈൻഡറിലിട്ട് കറക്കി എടുത്തിട്ട്, അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ തന്നെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിരകി എടുക്കാനൊന്നും കഴിയില്ല, ഫ്രീസറിലും ഒക്കെ വെച്ച് തേങ്ങയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയൊരു ഉറപ്പൊന്നും ഉണ്ടാവില്ല തേങ്ങയ്ക്ക്. തേങ്ങ ഒന്ന് തളർന്ന പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗ്രൈൻഡർ കേടുവരും, കംപ്ലൈൻറ്റ് വരും എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട കേട്ടോ. ഇനി നമ്മളൊരു ഫ്രൈ പാനിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ എത്രത്തോളം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടോ അത്രത്തോളം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം അത് വറുത്തെടുക്കാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തേങ്ങ വറുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം വറുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഓരോ കറികൾക്കും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ വറുക്കുന്നത് അല്ലേ. ചില കറികൾക്ക് അധികം വറുക്കേണ്ട ആവശ്യമില്ല, ബ്രൗൺ കളർ അധികം ആവേണ്ട ആവശ്യമില്ല. ചില കറികൾക്കാണെങ്കിലോ നല്ലവണ്ണം വറുത്ത് തന്നെ വേണം, നല്ലവണ്ണം ബ്രൗൺ കളർ ആവുക തന്നെ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് നല്ലവണ്ണം വറുത്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രത്തോളം കളർ മാറിയതിൻ്റെ ശേഷം ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ നല്ലവണ്ണം ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണില്ല. അപ്പോഴേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഈ ഒരു കളർ ഏകദേശം ആയിക്കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും കുറച്ചൊരു ഡാർക്കായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കളർ കേട്ടോ, ഈ ഒരു കളറിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത്രയും മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ചില കറികൾക്ക് നല്ലവണ്ണം ബ്രൗൺ കളറായിട്ട് അരച്ചെടുക്കേണ്ട ഒരു കറികളൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ആ കറികളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഫ്രൈ പാനിൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചിട്ട്, ഇനി വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല, ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ബ്രൗൺ കളറായിട്ട് എടുത്താൽ മതി. നല്ലവണ്ണം ഡാർക്കായിട്ട് എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കളറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷേ ഓർമ്മയിൽ നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാലും തന്നെ നമുക്ക് ഓർമ്മയിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. താഴോട്ട് വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കല, ഫ്രീസറിൽ തന്നെ വെക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ കുറേ ദിവസം നമുക്ക് ഒരു കേടുമില്ലാതെ ഇരിക്കും. നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കറികളിലേക്ക് അരച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലർ കൊപ്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കും, ചിലവർ എന്താ ചെയ്യുക അതങ്ങനെ കളയുകയും ചെയ്യുക. അപ്പോൾ ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.